കോളേജിൽ പഠിച്ചിരുന്ന 2 കുട്ടികളുണ്ട്. അവർ തമ്മിൽ പ്രണയത്തിലാവുകയും ആ പ്രണയം ഒരു കുഞ്ഞിൻ്റെ ജന്മത്തിലേക്ക് എത്തുകയും ചെയ്തു. ആ പ്രണയത്തിലൂടെ അവർക്കൊരു കുട്ടിയുണ്ടായി. ആ കുട്ടിയെ വളർത്താൻ അവർ 2 വർഷം ഒരുമിച്ച് തന്നെ കഴിഞ്ഞ് 2 വർഷം അവർ ഒരുമിച്ച് തന്നെ ജീവിച്ചു. 3-ാമത്തെ വർഷമായപ്പോഴേക്ക് ഈ ഭർത്താവായിട്ടുള്ള ആൾ അല്ലെങ്കിൽ ഈ ആൺകുട്ടി ആ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോയി. അവനെ കാണാനില്ല. അവനിവരെ വിട്ടുപോയി. ഈ അമ്മയും കുഞ്ഞും തനിച്ചായി. അമ്മ വേറൊരാളെ കല്യാണം കഴിച്ചു. ഇന്തോനേഷ്യക്കാരനായ ഒരാളെ വിവാഹം ചെയ്തു. അന്ന് ഈ കുട്ടിക്ക് 3 വയസ്സാണ്. ഈ 3 വയസ്സായ കുഞ്ഞിനെയും കൊണ്ട് ഈ അമ്മ ഇന്തോനേഷ്യയിലേക്ക് അയാളുടെ കൂടെ കഴിയാൻ വേണ്ടിയിട്ട് പോയി. കുറച്ചു കാലം അവിടെ ജീവിച്ച് പിന്നെ സ്വന്തം നാട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു. സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോഴേക്ക് ഈ കുട്ടി കൗമാരം കഴിഞ്ഞിരുന്നു. യൗവനത്തിൻ്റെ ചെറിയ പൊടിപ്പ് തുടങ്ങിയിരുന്നു. ഇവൻ പെട്ടെന്ന് തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമയാകാൻ തുടങ്ങി. പല രീതിയിലുള്ള ശീലങ്ങളിലേക്ക് ഇവനെത്തി. പതുക്കെയാണ് അവനെ തിരിച്ചറിയുന്നത്. പതുക്കെ ആ ശീലങ്ങളിൽ നിന്നൊക്കെ കഷ്ടപ്പെട്ട് അവൻ മോചിതനായി. ആ ശീലങ്ങളിൽ നിന്ന് മോചിതനായി ഇവൻ നിയമം പഠിച്ചു. നിയമ അധ്യാപകനായി അവൻ മാറി. അത്യാവശ്യം എഴുതുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളായി മാറി. അവൻ ഒരു പാർട്ടിയുടെ പ്രതിനിധിയായി അമേരിക്കയിലെ സെനറ്റ് മെമ്പറായി. 2007 മുതൽ 8 വർഷം അവൻ അമേരിക്കയുടെ പ്രസിഡൻ്റായി. ലോകമറിയുന്ന ഒബാമയായി. ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരാളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒരാൾ അയാളോട് തന്നെ നടത്തിയ പോരാട്ടത്തിൻ്റെ കഥയാണിത്. ഒബാമയുടെ ചരിത്രം ഒന്ന് പഠിച്ചു നോക്കുകൊണ്ടു. ഒരാൾ അയാളോട് തന്നെ, മറ്റൊരാളോടല്ല, ഒരാൾ അയാളോട് തന്നെ നടത്തിയ പോരാട്ടത്തിൻ്റെ സമരത്തിൻ്റെ കഥയാണ് ഒബാമയുടെ ജീവചരിത്രം. നമ്മുടെ കുട്ടികളോട് പഠിപ്പിക്കേണ്ടത് അവരോട് തന്നെ പോരാടാനാണ്. അവരുടെ മടിയോട്, അവരുടെ അലസതയോട്, അവരുടെ ലക്ഷ്യമില്ലായ്മയോട്, അവരുടെ ജീവിതത്തിലെ പ്രതീക്ഷയില്ലായ്മയോട് എന്തും സംഭവിക്കാം. അതിനോട് സ്വയം പോരാടാനുള്ളൊരു കരുത്താണ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. നമുക്കറിയാം, ടീനേജ് പ്രായത്തിലുള്ള മക്കളുടെ പേരൻസാണ് ഇവിടെ ഇരിക്കുന്നത്. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഈ ജനറേഷനിലുള്ള ടീനേജാണ്. ടീനേജ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരാൾക്ക് അയാളെ പിടുത്തം കിട്ടാത്ത കാലമാണ്. സാധാരണ 7-ാം ക്ലാസ്സിലൊക്കെ 7-ാം ക്ലാസ് 8-ാം ക്ലാസ്സിലൊക്കെ എത്തുന്ന കുട്ടികളെക്കുറിച്ച് പേരൻസ് പൊതുവേ പരാതി പറയുന്നൊരു കാര്യമുണ്ട്. അവന് 8-ാം ക്ലാസ് എത്തിയതോടുകൂടി ആകെ മാറി. അവൻ മിണ്ടാതെയായി, സംസാരിക്കാതെയായി. അവൻ ഞങ്ങൾ വിളിച്ചാൽ എവിടേക്കും വരാതെയായി. അവൻ അനിയത്തിയോട് മിണ്ടാതെയായി, അനിയനോട് മിണ്ടാതെയായി. അവൻ ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു, ഇങ്ങനെയൊക്കെ പറയും. അവൻ ഭയങ്കര ദേഷ്യക്കാരനായി, ഇങ്ങനെയൊക്കെ കുട്ടികളെക്കുറിച്ച് പറയും. സത്യത്തിൽ എന്താണ് ആ കുട്ടികൾക്ക് സംഭവിക്കുന്നത്? ആ കുട്ടികൾക്ക് അവരെക്കുറിച്ച് തന്നെ മനസ്സിലാവാത്തൊരു കാലമാണ് അത്. ഏറ്റവും അധികം സ്ട്രെസ് അനുഭവിക്കുന്ന കാലമാണ്. ഇവിടെ എത്രയേറെ സഹോദരിമാരിയ്ക്കുന്നുണ്ടല്ലോ, അമ്മമാരൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. നിങ്ങളൊരു 14-13 വയസ്സ് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ത്രീ ആയതുകൊണ്ട്, ഉള്ളിലൊരു ഗർഭപാത്രമുണ്ട് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് 13-14 വയസ്സ് മുതൽ ഓരോ മാസവും 7 ദിവസം നിങ്ങൾ കഷ്ടപ്പെടുന്നൊരു കഷ്ടപ്പാടില്ലേ? നിങ്ങളുടെ ഒരു കഠിന കാലമില്ലേ? ഞങ്ങളോട് എന്താ പറയുക? നിങ്ങൾ ഞങ്ങളോട് പറയും, എനിക്ക് തീരെ വയ്യ, ഞാൻ ആകെ തളർന്നിരിക്കുന്നു എന്നൊക്കെ നിങ്ങൾ പറയൂലേ? നിങ്ങൾക്ക് ഏറ്റവും മൂഡ് സ്വിങ്സ് ഉള്ള കാലമല്ലേ അത്? ഏറ്റവും സ്ട്രെസ്സുള്ള സമയമല്ലേ അത്? എന്താ അതിൻ്റെ കാരണം? എന്താ? നിങ്ങളുടെ ശരീരത്തിനകത്ത് ചില ഹോർമോണിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. ഇത് പുരുഷന്മാർക്കുണ്ടോ? ഒരേ ഒരു പ്രാവശ്യം. അതാണ് ടീനേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കുട്ടിയെ നമ്മൾ എത്ര മനസ്സിലാക്കണം? ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, ആ കുട്ടിയെ നമ്മൾ എത്ര മനസ്സിലാക്കണം? തിച്ച് നാറ്റ് ഹാൻ എന്ന് പറയുന്ന ഒരു ഗുരു ഉണ്ട്. ഒരു സന്യാസി ആണ്, ജപ്പാനിലായിരുന്നു. ഈ അടുത്ത് മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ടീനേജിലെത്തിയ കുട്ടികളോട് നിങ്ങൾ ആകെ ഒരു കാര്യം ചെയ്താൽ മതി. എല്ലാ ദിവസവും പറ്റുമെങ്കിൽ കുറച്ചു നേരം ആ കുട്ടിയെ ഒന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കൂ. ആ കുട്ടി ഇങ്ങനെ ചൂടാറും. വേറെ ഒന്നും വേണ്ട. കുറച്ചു നേരം നിങ്ങളിൽ നിന്ന് പതുക്കെ ഇങ്ങനെ അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ കുട്ടിയെ നിങ്ങളുടെ നെഞ്ചിൻ്റെ ചൂടിലേക്ക് കുറച്ചു നേരം ഒന്നിങ്ങനെ ചേർത്ത് പിടിച്ചു നോക്കൂ. അതിന് വേറെ എവിടുന്നും അത് കിട്ടില്ല. അത് അങ്ങാടിയിൽ നിന്ന് കിട്ടില്ല, അത് സ്കൂളിൽ നിന്ന് കിട്ടില്ല, അതിന് മാഷിക്കോ ടീച്ചർക്കോ കൊടുക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് മാത്രം. പരീക്ഷയ്ക്ക് ഇറങ്ങുന്ന കുട്ടിയോട് പേനയെടുത്തോ പഠിച്ചോ ഒന്നും മറക്കൂലല്ലോ, ശരിക്കും എഴുതൂലേ എന്നൊക്കെ ചോദിക്കുന്നതിന് പകരം പരീക്ഷയ്ക്ക് ഇങ്ങനെ ഉള്ളിലെ മുഴുവൻ സ്ട്രെസ്സോടുകൂടിയും ബേജാറോടുകൂടി ഇറങ്ങുന്ന ആ കുട്ടിയെ കുറച്ചു നേരം ഒന്നും ചോദിക്കാതെ, വേറെ ഒന്നും ചോദിക്കാതെ കുറച്ചു നേരം ആ കുട്ടിയെ ഒന്നിങ്ങനെ ഹഗ് ചെയ്ത് നിന്ന് നോക്കൂ.
ഒന്നിങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്ന് നോക്കൂ. ഹൃദയത്തോട് ചേരുന്ന അപൂർവ നിമിഷമാണ് ഹഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഒരാളുടെ ഹൃദയം മറ്റൊരാളുടെ ഹൃദയത്തോട് ഏറ്റവും ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന സമയം. അതുകൊണ്ടാണ് ഹഗ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ണ് ചിമ്മുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കണ്ണ് ചിമ്മും, കാരണം അവിടെ ഹൃദയമാണ് പ്രവർത്തിക്കുന്നത്. ഹഗ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ണ് ചിമ്മും, അവിടെയും ഹൃദയമാണ് പ്രവർത്തിക്കുന്നത്. പരീക്ഷയ്ക്ക് ഇറങ്ങുന്ന ആ കുട്ടിയെ കുറച്ചു നേരം ഇങ്ങനെ ഒന്ന് ഹഗ് ചെയ്ത് നിന്ന് നോക്കൂ. ആ കുട്ടി ഇങ്ങനെ ഉള്ളു തണുത്ത് സമാധാനത്തോടെ ആ പരീക്ഷയ്ക്ക് ഇറങ്ങിപ്പോവും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ജിറാഫിനെ കുറിച്ച് വായിച്ചിട്ടുള്ളൊരു സംഭവമുണ്ട്. ജിറാഫിനൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ആദ്യം എന്താ ചെയ്യാന്നറിയോ? കിടക്കുന്ന ആ കുഞ്ഞിനെ ജിറാഫ് ഇങ്ങനെ ചവിട്ടും, പിന്നെയും ചവിട്ടും. അപ്പോൾ ഈ കുഞ്ഞ് പതുക്കെ ഇങ്ങനെ എണീക്കാൻ ശ്രമിക്കും. അപ്പോൾ ആ കുഞ്ഞിങ്ങനെ പതുക്കെ നിൽക്കാനൊക്കെ ശ്രമിക്കും. ആ ചവിട്ടുന്ന സമയത്ത് ആ കുഞ്ഞ് പതുക്കെ ഇങ്ങനെ കാലുകൾ ഓരോന്നായി ആ ചവിട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓടാൻ ശ്രമിക്കില്ലേ? പതുക്കെ ഓടാൻ ശ്രമിക്കുമ്പോൾ ആ കുഞ്ഞ് വീഴും. വീണ് കിടക്കുന്ന കുഞ്ഞിനെ പിന്നെയും ചവിട്ടിക്കഴിഞ്ഞാൽ ആ കുഞ്ഞിങ്ങനെ പതുക്കെ നിന്ന് നടന്ന് തുടങ്ങും. നടക്കാൻ തുടങ്ങുന്ന കുഞ്ഞിനെ അമ്മ പിന്നെയും ചവിട്ടും. അപ്പോൾ ഈ കുഞ്ഞ് ഓടാൻ തുടങ്ങും. ഓടാൻ തുടങ്ങുന്ന കുഞ്ഞിനെ പിന്നാലെ ഓടിച്ചെന്ന് അമ്മ പിന്നെയും ചവിട്ടും. അപ്പോൾ ഈ കുഞ്ഞ് വേഗത്തിൽ ഓടാൻ തുടങ്ങും. വേഗത്തിൽ ഓടാൻ തുടങ്ങുന്ന ആ കുഞ്ഞിൻ്റെ പിന്നാലെ വേഗത്തിൽ ഓടിച്ചെന്ന് ആ അമ്മ ആ കുഞ്ഞിനെ കെട്ടിപ്പിടിക്കും. സിംഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇളം ജിറാഫിൻ്റെ മാംസമാണ്. അതുകൊണ്ട് ഏത് നിമിഷവും നിൻ്റെ ജീവിതത്തിലേക്ക് ആ സിംഹം കടന്നു വരാം. എപ്പോഴും അമ്മ കൂടെ ഉണ്ടാവണമെന്നില്ല, നീ ഓടണം, ഓടി രക്ഷപ്പെടണം. ഓടി രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഉറപ്പായ നിമിഷം അമ്മ ചെയ്യുന്നത് ആ കുഞ്ഞിനെ ഇങ്ങനെ വാരിപ്പുണരുകയാണ്. നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യം ഇതാ. അവർ ജീവിതത്തിൽ എവിടെയൊക്കെ എത്തുമ്പോഴും, എത്ര വലിയ ശമ്പളക്കാരായി അവർ മാറുമ്പോഴും, അവരുടെ ജീവിതത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, അവരൊറ്റപ്പെടുന്ന നിമിഷങ്ങളിൽ, ആകാശത്തിന് ചുവട്ടിൽ അവരൊറ്റക്കാണ് എന്ന് അവർ തിരിച്ചറിയുന്ന നിമിഷങ്ങളിൽ, അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ അവർ നമ്മളെ ഓർക്കണം. നമ്മൾ ജീവിച്ചതുപോലെ അവർ ജീവിക്കണം. നമ്മളെങ്ങനെ പിടിച്ചു നിന്നു എന്ന് അവർ ഓർക്കണം. നമ്മുടെ കുട്ടികൾ മനസ്സമാധാനത്തോടെ ജീവിക്കട്ടെ. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ തളരാതെ നിൽക്കാനുള്ള കരുത്ത് അവർക്കുണ്ടാവട്ടെ. അത് നമ്മളിൽ നിന്ന് അവർക്ക് കിട്ടേണ്ടതാണ്. നമ്മളെയാണ് ആ നിമിഷങ്ങളിൽ അവർ ഓർക്കേണ്ടത്. നമ്മൾ പഠിപ്പിച്ച പാഠങ്ങളാണ് ആ നിമിഷം അവരുടെ മനസ്സിലേക്ക് വരേണ്ടത്. ഒരു കുട്ടി, ചെറിയ ക്ലാസ്സിലെ കുട്ടിയാണ്, അവരിങ്ങനെ സ്കൂളിൽ സ്പോർട്സ് മത്സരം നടക്കുകയാണ്. ആ സമയത്ത് ഓടാൻ നിൽക്കുന്ന സമയത്ത് ഇവനിങ്ങനെ കൈകൾ ഉയർത്തി കണ്ണ് ചെമ്മിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഭയങ്കര പ്രാർത്ഥന. പക്ഷെ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടും അവൻ തോറ്റുപോയി, അവൻ ജയിച്ചില്ല. തോറ്റു നിൽക്കുന്ന അവൻ്റെ അടുത്തേക്ക് ടീച്ചർ ഓടി വന്നിട്ട് അവനെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ആശ്വസിപ്പിച്ചിട്ട് ടീച്ചർ പറയുന്ന ഇതാണ്, മോൻ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടും തോറ്റുപോയല്ലേ, സാരല്ല, നമുക്ക് അടുത്ത മത്സരത്തിൽ ജയിക്കാമെന്ന്. അപ്പോൾ അവന് ടീച്ചറെ ഇങ്ങനെ നോക്കിയിട്ട് ടീച്ചറോട് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ പറഞ്ഞതെന്നറിയോ? ടീച്ചറെ, ഞാൻ ജയിക്കാൻ വേണ്ടിയല്ല പ്രാർത്ഥിച്ചത്, ഞാൻ കണ്ണ് ചെമ്മി പ്രാർത്ഥിച്ചില്ലേ, അത് ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചതല്ല, ഞാനേ തോറ്റാലും കരയാതിരിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. ടീച്ചർ നോക്ക്, ഞാൻ കരയുന്നില്ലല്ലോ. ടീച്ചർ അവനെ ഇങ്ങനെ അണച്ചു പിടിച്ചിട്ട് പറഞ്ഞു, മോനാണ് ശരിക്കും ജയിച്ചത് എന്ന് പറഞ്ഞു. തോറ്റാലും പിടിച്ചു നിൽക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയട്ടെ. തോറ്റാലും അവരെ സ്വീകരിക്കാൻ നമുക്കും കഴിയട്ടെ. ഒരു വീട്ടിൽ 2 പെൺകുട്ടികളുണ്ടെങ്കിൽ ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ കൂടെ സമാധാനത്തോടു കൂടി ജീവിക്കുന്നുണ്ട്, മറ്റേ പെൺകുട്ടി ഡിവോഴ്സായിട്ട് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും കരുതലും സ്നേഹവും ഏറ്റവും ലഭിക്കേണ്ടത് ആ ഡിവോഴ്സായി വന്ന പെൺകുട്ടിക്ക്. കാരണം അവൾ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന ആളാണ്, മറ്റേ ആൾ ജയിച്ച ആളാണ്. ഇവൾ ആ ജയത്തിലേക്ക് അടുക്കുന്ന ഒരാളെ ആയിട്ടുള്ളൂ. അവൾക്ക് കുറച്ചുകൂടെ കരുതൽ ആവശ്യമുണ്ട്. ജയിച്ച കുട്ടിയുടെ കൂടെ നിൽക്കാൻ നാട്ടുകാർ മൊത്തം ഉണ്ടാവും. അയാൾക്ക് അവാർഡ് കൊടുക്കാനും അയാൾക്ക് അംഗീകാരങ്ങൾ കൊടുക്കാനും നാട്ടുകാർ മൊത്തം ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ കുട്ടി തോറ്റു എന്നും വരാം. ആഗ്രഹിച്ചതുപോലെ ഒരു വിജയം കിട്ടണമെന്നൊന്നുമില്ല കുട്ടികൾക്ക്. ആകെ 2 മണിക്കൂറാണ് പരീക്ഷയുടെ 2 മണിക്കൂർ. ആ 2 മണിക്കൂർ ഈ കുട്ടിക്കൊരു സ്ട്രെസ് ഉണ്ടായാൽ മതി. എത്ര പഠിച്ചാലും ആ കുട്ടിക്ക് പെർഫോം ചെയ്യാൻ പറ്റണമെന്നില്ല. എല്ലാ ദിവസവും ഒരേപോലെ നമ്മുടെ ഭക്ഷണം നന്നാവാറില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? ഓരോ ദിവസവും നമ്മൾ ഓരോ ആളാണ്, നമുക്ക് ഓരോ ദിവസവും ഓരോ മനസ്സാണ്. ഈ 2 മണിക്കൂർ നേരത്തെ പരീക്ഷയുടെ നേരമാണ്. ആ 2 മണിക്കൂർ നേരം ഈ കുട്ടി അനുഭവിക്കുന്ന ഒരു സ്ട്രെസ്സ് മതിയാവും. ആ കുട്ടിയുടെ പരീക്ഷയുടെ പെർഫോമിംഗ് ലെവൽ ഒരു പക്ഷേ മാറിപ്പോവും. നമ്മുടെ കുട്ടിയുടെ കൂടെ നമ്മളുണ്ടാവണം. അവരുടെ പരാജയങ്ങളിൽ, അവരുടെ വിജയങ്ങളിൽ, അവരുടെ സന്തോഷങ്ങളിൽ, അവരുടെ സങ്കടങ്ങളിൽ
എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് നമ്മുടെ കുട്ടികൾ ജീവിതത്തിൽ എന്നും ഉറച്ചു വിശ്വസിക്കണം. എപ്പോഴാണ് നമ്മുടെ കുട്ടികൾ നമ്മളോട് കള്ളം പറയാറുള്ളത് എന്നറിയോ? സത്യം പറഞ്ഞാൽ കുഴപ്പമാകുമെന്ന് വിചാരിക്കുമ്പോഴാണ്. സത്യം പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് തിരിച്ചറിയുന്ന ഒരു കുട്ടി സത്യമേ പറയൂ. കാരണം കള്ളം പറയേണ്ട ഒരു ആവശ്യമില്ലാത്ത ഒരു സ്ഥലത്ത് കുട്ടി കള്ളം പറയൂല്ലല്ലോ, സത്യമല്ലേ പറയൂ. ബാലേട്ടൻ എന്നൊരു സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമയിൽ അച്ഛൻ മരിച്ചതിൻ്റെ പിറ്റേന്ന് മകൻ പാടുന്നൊരു പാട്ടുണ്ട്. ആ പാട്ടിലെ വരി ഇങ്ങനെയാണ്. ഒരു പാട്ട് കൊണ്ടാണ് നമ്മുടെ സംസാരം തുടങ്ങിയത്, വേറൊരു പാട്ട് കൊണ്ട് നമ്മുടെ സംസാരം അവസാനിപ്പിക്കുക. അച്ഛൻ മരിച്ചതിൻ്റെ പിറ്റേന്ന് മകൻ പാടുന്ന പാട്ട്. ആ പാട്ടിലൊരു വരി ഇങ്ങനെയാണ്: ഉള്ളിൻ്റെ ഉള്ളിലെ അക്ഷരപ്പൂട്ടുകൾ ആദ്യം തുറന്നു തന്നു അച്ഛൻ, കുഞ്ഞിക്കാലടി ഓരടി തെറ്റുമ്പോൾ കൈ തന്ന് കൂടെ വന്നു. ഞാനിങ്ങനെ നടക്കാൻ പഠിക്കുമ്പോഴേ ഞാൻ വീഴുന്ന സമയത്ത് ഞാൻ വീണ് നിലത്തേക്ക് എത്തില്ല. അതിനു മുമ്പ് ഒരാൾ എന്നെ പിടിക്കും, എന്നെ വീഴാതെ കാക്കും എൻ്റെ അച്ഛൻ. കാലുകൾ ഇടറുമ്പോൾ എന്നെ ചേർത്ത് പിടിക്കും. കുഞ്ഞിക്കാലടി മാത്രമല്ല തെറ്റിപ്പോവുക, വലിയ കാലടികളും തെറ്റും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെ നമ്മളുണ്ടാവട്ടെ. ലോകത്ത് ഏറ്റവും സമാധാനത്തോടെ കിടന്നുറങ്ങുകയും ഉണരുകയും ചെയ്യുന്ന കുട്ടികളായി നമ്മുടെ കുട്ടികൾ മാറട്ടെ. ഈശ്വരൻ അവരുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ആ അത്ഭുതത്തെ തിരിച്ചറിയാൻ കഴിയുന്ന കുഞ്ഞുങ്ങളായി നമ്മുടെ കുഞ്ഞുങ്ങൾ മാറട്ടെ. അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും അവരുടെ ജീവിതത്തിലെ ദുഃഖങ്ങളിലും അവരുടെ ജീവിതത്തിലെ ഒറ്റപ്പെടുന്ന നിമിഷങ്ങളിലും നമ്മുടെ വാക്കുകൾ അവരുടെ മനസ്സിന് തണുപ്പും സാന്ത്വനമായി മാറട്ടെ.